മിസ്റ്റർ ഗോവിന്ദ് കൃഷ്ണൻ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞേ? റോഡിൻ്റെ ക്ലാസ് കഴിഞ്ഞു അല്ലേ? ഓക്കെ. എന്താണ് നമ്മളെ ഇപ്പം ഇനിയിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്താണ്? 28. ഇപ്പോൾ നമ്മൾ 28-ാം തീയതി നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന സ്റ്റേജിലാണ് നമ്മളിവിടെ ഇറങ്ങേണ്ടത്. ഇതുവരെയുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താണ്. ഇതുവരെയെന്ന് പറയുമ്പം ആദ്യത്തെ 4 ദിവസം ക്ലാസ്സുകൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് എല്ലാം കാണിച്ച് പറഞ്ഞു തന്ന് ചെയ്ത് റെഡിയായി 5-ാം ദിവസം തൊട്ട് റോഡിലിറങ്ങും. അവിടെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് ഫുള്ള് വണ്ടി ഓടിക്കുന്ന ഒരു ലെവലിലായി. 15 ദിവസത്തെ ബ്രേക്കിന് ശേഷം പിന്നെയും വന്ന് പിന്നെ അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് വണ്ടി വശത്താക്കി കയ്യിലെടുത്ത് നല്ലപോലെ ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വരുന്ന തെറ്റും കാര്യങ്ങളും എല്ലാം സാർ പറഞ്ഞു തരും, വഴക്കം പറയും, നല്ല രീതിക്ക് ചെയ്യും. ഇപ്പോൾ ഗോവിന്ദകൃഷ്ണൻ്റെ മാനസികാവസ്ഥ, ഒരു കാറ് കിട്ടിയാൽ ഓടിക്കാൻ പറ്റുമോ? അത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇപ്പോഴും പോരാക്കുറവുകളുണ്ടോ? ആ പോരാക്കുറവുകൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കാറ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഗിയർ മാറണമെന്നുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. എപ്പോഴാണ് ഗിയർ മാറേണ്ടതെന്ന കാര്യം ഡൗട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് എടുക്കുന്ന പ്രശ്നമാണ്. ഈ എപ്പോഴും ഗിയർ മാറണം എന്നുള്ള കേസ് ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞു തന്നിട്ടുണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മൾ 0 കിലോമീറ്റർ ആണെങ്കിൽ ഏത് ഗിയർ ഇടും? ഫസ്റ്റ്. 15-ന് താഴെ ആണെങ്കിലോ? സെക്കൻഡ്. മീഡിയം സ്പീഡ് ആണെങ്കിലോ? തേർഡ്. മീഡിയം സ്പീഡ് ആകുമ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡ് താഴെ ആയിരിക്കും? 30. നമ്മൾ വണ്ടി ഓടിക്കുന്ന സാധാരണ എത്ര കിലോമീറ്റർ സ്പീഡാണ്? 40. അപ്പോൾ ഇത് ചൂസ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയ താമസം അല്ലേ? ഇത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പറഞ്ഞു തരാത്തതല്ല, പക്ഷെ കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ചില കാറ്റഗറിക്കകത്തുള്ള കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങൾ വരും. അവിടെയാണ് നമ്മൾ പറയുന്നത് അവർ ടെക്നിക്കൽ നോളജ് കുറഞ്ഞവരാണ്, അല്ലെങ്കിൽ അവർക്ക് മാൻ ഓവർ ഇല്ല എന്നുള്ള സാങ്കേതിക കാര്യങ്ങളിൽ അതറിയപ്പെടും. അപ്പോൾ അതെല്ലാം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് റെഡിയാക്കി എടുക്കാം. സംശയമുള്ള കാര്യങ്ങൾ സാറിനോട് ചോദിക്കുകയും ചെയ്യാം. പക്ഷേ പല കുട്ടികളും അങ്ങനെയല്ല, അവർക്ക് ഒന്ന് ഐഡിയ കിട്ടാതാവുമ്പോൾ അവരൊരുപാട് പൈസ മുടക്കി പ്രാക്ടീസ് ചെയ്ത് അത്ര ഐഡിയകൾ കിട്ടുള്ളൂ. ഇവിടെ എല്ലാ അറിവുകളും നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. ആ അറിവുകൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലുള്ള സംശയമാണ് ഇപ്പം മിസ്റ്റർ ഗോവിന്ദകൃഷ്ണൻ പറഞ്ഞത്. അത് വരും ക്ലാസ്സുകളിൽ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. എന്ത് ഡൗട്ടുണ്ടോ ചോദിക്കുക, ക്ലിയർ ചെയ്യാം. ഗോവിന്ദകൃഷ്ണൻ ഹാപ്പിയാണ്? ഗോവിന്ദകൃഷ്ണൻ മനസ്സ് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ വരണ്ട, മറ്റൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ക്ലാസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ക്ലാസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇത് ബാക്കിയുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്നവർ തന്നെ ഇപ്പോൾ പോകുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് പോയി തുടങ്ങിയത്. അത് ശരി. അവർക്ക് ഇപ്പോൾ ഒരു പയ്യൻ ഡേറ്റ് എടുത്തിട്ട് അത് പിന്നെയും ഡേറ്റ് മാറ്റി ക്ലാസ് കിട്ടുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളും ഇങ്ങനെ മിസ്റ്റേക്ക് ഒന്നും പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല. വെരി ഗുഡ്, മിടുക്കൻ. എനിക്ക് പുതിയ അറിവാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാനുമായിട്ട് ഷെയർ ചെയ്യണം, അപ്പോഴേ എനിക്കതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ നമ്മളെ സ്ഥാപനത്തിൻ്റെ ആ ഒരു മേന്മ അറിയപ്പെടുന്നത്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ മറ്റൊരു പ്രത്യേകത പറയാൻ പറ്റുമോ ഗോവിന്ദകൃഷ്ണൻ? മണ്ടേയിൽ പാർട്സുകൾ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കി പ്രാക്ടീസ് ചെയ്യാൻ, പഠിക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. ഡെമോൺസ്ട്രേഷൻ സിസ്റ്റം. അല്ലാതെ വേറൊരു എടുത്തു പറയേണ്ട മറ്റൊരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞേക്കാം. അറിയാമോ നിങ്ങൾക്ക്? ഇന്ന് എത്ര മണിക്കായിരുന്നു ഗോവിന്ദകൃഷ്ണൻ ക്ലാസ്? 6 മണിക്ക്. രാവിലെ 6 മണി. 6 മണിക്ക് നിങ്ങൾ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് അത് കറക്റ്റ് 6 മണിയാകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ടായോ? കുറച്ച് പറ. സ്റ്റാർട്ട് ചെയ്ത് സമയത്തിൻ്റെ പ്രത്യേകത എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട്? ഇല്ല. കൃത്യമായ ടൈമിംഗ് ക്ലാസ് നടന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മിസ്റ്റർ ഗോവിന്ദ് കൃഷ്ണൻ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ. ഓക്കെ.